അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹബ കുല്ലു നബർ മർഹബ. അടുക്കുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നും. അകലും തോറും ഹൃദയം പൊട്ടും വിധം വേദനയാണ്. പരിശുദ്ധവും പരിപാവനവുമായ ഈ പുണ്യ റമദാനെ നമുക്ക് അത്യാധികപൂർവ്വം സന്തോഷത്തോടെ സ്വീകരിക്കാം. റമദാൻ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്ന് ചൂടുള്ളത്, രണ്ടാമത്തെ അർത്ഥം കരിക്കുക എന്നതാണ്. ഇവിടെ 30 ദിനങ്ങൾ സഹനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും 30 ദിനങ്ങൾ ദൈവം തമ്പുരാൻ അവൻ്റെ അടിമകൾക്ക് ഒരു പരീക്ഷണം കൂടി തരികയാണ്. ഇവിടെ 3, 10, 30 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഏതാണ് 3 കാര്യങ്ങളെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് തെറ്റുകുറ്റങ്ങളെ ദൈവം തമ്പുരാൻ പുറത്തു വരുന്നതിന് വേണ്ടി, രണ്ടാമത്തത് പാപ പരിഹാരം മോചനം കിട്ടുന്നതിന് വേണ്ടി, മൂന്നാമത്തെ സ്വർഗത്തിന് വേണ്ടി. അങ്ങനെ 3 കാര്യങ്ങൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് അവൻ്റെ അടിമകളായ മനുഷ്യർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത് എന്നതിൻ്റെ പരീക്ഷണമായിട്ടാണ് ഓരോ വർഷവും വരുന്ന ഓരോ റമദാൻ. ഇത് വളരെയധികം ശ്രദ്ധാപൂർവം നാവിനെയും കരങ്ങളെയും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും പ്രത്യേകം വളരെയധികം ശ്രദ്ധിച്ച് വളരെ അച്ചടക്കത്തോടു കൂടിയും ചെയ്യേണ്ട ഒരു കാര്യമാണ് റമദാൻ വ്രതം. ഈ വ്രതം അത് അനുഷ്ഠാനപൂർവം അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ഫലങ്ങൾ ലഭിക്കുന്നു എന്നും അതിൽ നിന്നുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്നും ദൈവം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെ നിങ്ങളെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാലും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എമ്മ കൊറ്റക്കേരി യൂട്യൂബ് ചാനൽ.